പലരും മാനിഫെസ്റ്റേഷനെ പറ്റി തെറ്റായ രീതിയിലാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതൊരു മാജിക് ആണ് എന്നാണ് പലരും കരുതുന്നത്. നമ്മൾ ഒന്ന് ആഗ്രഹിച്ചാൽ യൂണിവേഴ്സ് അതുകൊണ്ട് തരും എന്ന്. പക്ഷേ കാര്യം അങ്ങനെയല്ല വർക്ക് ആകുന്നത്. മാനിഫെസ്റ്റേഷൻ ഒരു മാജിക് അല്ല, അത് ന്യൂറോ സയൻസ് ആണ്. നമ്മുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ബ്രെയിനിനെ ഹാക്ക് ചെയ്യുന്ന ഒരു രീതിയാണിത്. ഈ സയൻസ് വർക്ക് ആകും എന്ന് പ്രൂഫ് ചെയ്യാൻ ഞാനിവിടെ ഈ ചാനലിൽ ഒരു ലൈവ് എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളിത് കേൾക്കുന്നുണ്ടല്ലോ. എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് ഒന്ന് നോക്കൂ. ഇപ്പോൾ അത് 0 ആണ്. പക്ഷേ ന്യൂറോ സയൻസ് ഓഫ് മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്തുകൊണ്ട് വെറും 30 ദിവസത്തിനുള്ളിൽ ഈ ചാനലിൽ എക്സാക്ട്ലി 1600 സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ എത്തിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോസസ് ആക്ച്വലി വർക്ക് ആവുന്നത്? നിങ്ങൾക്കിതെങ്ങനെ യൂസ് ചെയ്യാം? ഇതിനായി 3 സ്പെസിഫിക് സ്റ്റെപ്പുകളുണ്ട്. അത് നിങ്ങളുടെ ബ്രെയിൻ ഫംഗ്ഷനെ മാറ്റും. സ്റ്റെപ്പ് 1, അമിഗ്ഡലയെ കൺട്രോൾ ചെയ്യുക എന്നതാണ്. ബ്രെയിനിൽ ഫിയർ ഡിറ്റക്ട് ചെയ്യുന്ന ഭാഗമാണ് ഈ അമിഗ്ഡല. അതിന് ഏറ്റവും പേടി അൺസർട്ടനിറ്റിയാണ്. നമ്മളൊരു പുതിയ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ, ഇപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങിയതുപോലെ, ബ്രെയിൻ നമ്മോട് ചോദിച്ചുകൊണ്ടേയിരിക്കും, ആരും കണ്ടില്ലെങ്കിലോ, ഞാൻ ഫെയിൽ ആയാലോ എന്ന്. ഈ അൺസർട്ടനിറ്റി നമ്മളിൽ ആങ്സൈറ്റി ഉണ്ടാക്കും. അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ കിൽ ചെയ്യും. ഒരു ഇല്യൂഷൻ ഓഫ് സർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെയാണ് മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് തുടങ്ങുന്നത്. എനിക്ക് 1600 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നതിലൂടെ ആ റിസൾട്ട് ഇപ്പോഴേ തീരുമാനിച്ചു എന്ന് ഞാൻ എൻ്റെ ബ്രെയിനിനെ വിശ്വസിപ്പിക്കുന്നു. ഡെസ്റ്റിനേഷൻ സർട്ടൻ ആണ് എന്ന് ബ്രെയിനിന് തോന്നിയാൽ പിന്നെ ആ ഫിയർ ഉണ്ടാവില്ല. ആ സ്ട്രഗിൾ മാറി ഒരു കാം ഫോക്കസ് നമുക്ക് കിട്ടും. സ്റ്റെപ്പ് 2, പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനെ സേവ് ചെയ്യുക എന്നതാണ്. ചിന്തിക്കാനും ചോയ്സസ് എടുക്കാനും എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഭാഗമാണിത്. ചോയ്സസ് പലതായി വരുന്നത് എക്സോസ്റ്റിംഗ് ആണ്. ഒരു റെസ്റ്റോറൻറ്റിൽ പോയി 60 പേജുള്ള ഒരു മെനു കണ്ടാൽ നമുക്ക് സ്ട്രെസ് ആകില്ലേ? അതാണ് പാരഡോക്സ് ഓഫ് ചോയ്സ്. ഇന്ന് ചാനലിൽ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചു ഞാൻ ദിവസവും എണീറ്റാൽ ഞാൻ ബേൺഔട്ടായി പോകും. മാനിഫെസ്റ്റേഷൻ ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നത് മുൻകൂട്ടി ഡിസിഷൻ എടുത്തുകൊണ്ടാണ്. ഫുഡ് ഓൾറെഡി വിളമ്പിയ ഒരു ടേബിളിൽ ഇരിക്കുന്നത് പോലെയാണത്. 1600 സബ്സ്ക്രൈബേഴ്സ് എന്ന ഗോൾ ഞാനിപ്പോൾ ലോക്ക് ചെയ്തതുകൊണ്ട് ഡെയിലി ഉള്ള ആ ചോയ്സിൻ്റെ ബർഡൻ എനിക്ക് മാറിക്കിട്ടി. ഇനി മുന്നോട്ട് പോകണോ എന്ന് ഞാൻ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഡിസിഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. സ്റ്റെപ്പ് 3, ഈ പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അക്കൗണ്ടബിലിറ്റി. നമ്മുടെ മനസ്സിൽ മാത്രമാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് നിർത്താൻ എളുപ്പമാണ്. പക്ഷേ ട്രൂ മാനിഫെസ്റ്റേഷന് ഒരു എക്സ്റ്റേണൽ ട്രിഗർ ആവശ്യമാണ്. ഈ വീഡിയോ ചെയ്യുന്നതിലൂടെയും ഈ ഗോൾ നിങ്ങളോട് ഉറക്കെ പറയുന്നതിലൂടെയും ഞാൻ ഒരു റെസ്പോൺസിബിലിറ്റി ലൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഇനി അത് ഡെലിവർ ചെയ്തേ പറ്റൂ എന്ന് എൻ്റെ ബ്രെയിൻ അറിയാം. കാരണം ആൾക്കാരിത് വാച്ച് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ആ പ്രോസസ്സ്. ഇത് വെറും ആഗ്രഹമല്ല. ഫിയർ റിമൂവ് ചെയ്യുക, ചോയ്സസിൻ്റെ എക്സോഷൻ ഒഴിവാക്കുക, മാസീവായി അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നതാണിത്. ഞാനാണ് റിയൽ വേൾഡ് എക്സാമ്പിൾ. ഈ വീഡിയോ ആണ് എൻ്റെ ഡേ 1. ഗോൾ സെറ്റ് ചെയ്തു കഴിഞ്ഞു, ഫിയർ പോയി, ഔട്ട്കം സർട്ടൻ ആണ്. ന്യൂറോ സയൻസ് സത്യത്തിൽ ജയിക്കുമോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യൂ. ആ 1600 സബ്സ്ക്രൈബേഴ്സിൽ ഒരാളാകൂ. 30 ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം.